ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ക്ലാസ്മേറ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മോഡേൺ ഇന്ത്യ എന്ന ഭാഗമാണ് കേട്ടോ. അതിൽ ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ നോട്ട് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മളൊരു കമ്പൈൻ സ്റ്റഡി പോലെയാണ് കേട്ടോ പറഞ്ഞു പോകുന്നത്. നമ്മളിപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് പഠിക്കില്ലേ, ആ രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. 1885 ഡിസംബർ 28-നായിരുന്നു INC-യുടെ രൂപീകരണം നടന്നത് കേട്ടോ. 1885 ഡിസംബർ 28-നായിരുന്നു INC രൂപീകരിച്ചത്. അതേ ദിവസം തന്നെയാണ് പ്രഥമ സമ്മേളനം നടന്നതും. അപ്പോൾ രണ്ടിൻ്റെ ഡേറ്റ് ഒന്നാണ്. INC-യുടെ രൂപീകരണവും പ്രഥമ സമ്മേളനവും നടന്നത് 1885 ഡിസംബർ 28-നാണ് കേട്ടോ. ഇതിൻ്റെ വേദി ബോംബെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജായിരുന്നു. INC സമ്മേളനത്തിൻ്റെ ആദ്യത്തെ വേദി ബോംബെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജായിരുന്നു. ആകെ 72 പ്രതിനിധികളാണ് പങ്കെടുത്തത്. INC-യുടെ സ്ഥാപകൻ എഒ ഹ്യൂമാണ്. അപ്പോൾ ഇതിൻ്റെ വേദി, അതായത് ആദ്യ സമ്മേളനത്തിന് വേദിയായി തീരുമാനിച്ചിരുന്നത് പൂനെ ആയിരുന്നു. പൂനെയിൽ പ്ലേഗ് രോഗം പടർന്നതിനെ തുടർന്നിട്ടാണ് ബോംബെയിലേക്ക് ഇതിൻ്റെ വേദി മാറ്റുന്നത് കേട്ടോ. ഇനി എഒ ഹ്യൂമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. INC-യുടെ പിതാവ്, INC-യുടെ ആദ്യ സെക്രട്ടറി, INC-യുടെ ആദ്യ സമ്മേളനത്തിൽ ആദ്യം സംസാരിച്ച വ്യക്തി, ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്നിങ്ങനെ അറിയപ്പെടുന്നത് എഒ ഹ്യൂമാണ്. ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ് സ്ട്രേ ഫെദേഴ്സ്, ദ ഗെയിൻ ബേർഡ്സ് ഓഫ് ഇന്ത്യ എന്നിവ. സ്ട്രേ ഫെദേഴ്സ്, ദ ഗെയിൻ ബേർഡ്സ് ഓഫ് ഇന്ത്യ എന്നിവ. ആദ്യ സമ്മേളന വേദിയായി തീരുമാനിച്ചത്, ഇത് നേരത്തെ പറഞ്ഞ കാര്യമാണ് കേട്ടോ, ആദ്യ സമ്മേളന വേദിയായി തീരുമാനിച്ചത് പൂനെ ആയിരുന്നു. പ്ലേഗ് രോഗം പടർന്നതിനെ തുടർന്നാണ് ബോംബെയിലേക്ക് മാറ്റുന്നത്. INC രൂപീകരിക്കുന്ന സമയത്തെ വൈസ്രോയി ഡെഫ്രിൻ പ്രഭു ആയിരുന്നു കേട്ടോ. INC രൂപീകരണ സമയത്തെ വൈസ്രോയി ഡെഫ്രിൻ പ്രഭു ആയിരുന്നു. INC-യുടെ ആദ്യത്തെ പ്രസിഡൻറ്റ് WC ബാനർജിയാണ്. INC-യുടെ സ്ഥാപകൻ എഒ ഹ്യൂമും INC-യുടെ ആദ്യത്തെ പ്രസിഡൻറ്റ് WC ബാനർജിയാണ്. അപ്പോൾ എന്നാൽ ആദ്യം പ്രസിഡൻ്റ് ആക്കാൻ തീരുമാനിച്ച വ്യക്തി റിയോ പ്രഭു ആയിരുന്നു കേട്ടോ. INC-യുടെ ആദ്യ പ്രസിഡൻ്റ് തീരുമാനിച്ച വ്യക്തിയായിരുന്നു റിയോ പ്രഭു. എന്നാൽ ആദ്യത്തെ പ്രസിഡൻറ്റ് WC ബാനർജിയാണ്. ഈ സംഘടനയ്ക്ക് കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. INC-ക്ക് കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസ് എന്ന വാക്കിൻ്റെ ഉത്ഭവം വടക്കേ അമേരിക്കയിൽ നിന്നാണ് കേട്ടോ. കോൺഗ്രസ് എന്ന വാക്കിൻ്റെ ഉത്ഭവം എക്സ്ട്രാ ഫാക്ട്സ് ആണ്. കോൺഗ്രസ് രൂപീകരണ സിദ്ധാന്തം സേഫ്റ്റി വാൾവ് തിയറിയാണ്. കോൺഗ്രസ് രൂപീകരണ സിദ്ധാന്തമാണ് സേഫ്റ്റി വാൾവ് തിയറി. വീണ്ടും INC-യിലേക്ക് പോവാം. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയങ്ങൾ 9 എണ്ണം കേട്ടോ. 9 പ്രമേയങ്ങളാണ് INC-യുടെ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്തതിൽ നോക്കാം കേട്ടോ. INC-യെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ ഫുൾ നോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ നോക്കാം. പിന്നെ ഇതിനെ ഒരു ടേബിളായിട്ട് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ രൂപേണ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ നോട്ട്സ് ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.